ആലപ്പുഴയിൽ നിന്ന് മറ്റൊരു വാർത്ത വരുന്നുണ്ട്. ഇവിടെ പത്മരാജൻ ഭാര്യയെ തീകൊളുത്തിയാണ് കൊന്നതെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ വീട്ടിലേക്ക് പോയപ്പോൾ ഭാര്യയുടെ ബന്ധുക്കൾ യുവാവിനെ മർദ്ദിച്ചുവെന്നും അങ്ങനെ ഭർത്താവ് കുഴഞ്ഞു വീണു മരിച്ചുവെന്നുമുള്ളൊരു വാർത്ത കൂടി വരുന്നു. എന്തൊക്കെയാണ് കേൾക്കുന്നത്? കൊല്ലത്ത് ഭർത്താവ് ഭാര്യയെ തീയിട്ട് കൊല്ലുന്നു. ആലപ്പുഴയിൽ ആറാട്ടുപുഴയിൽ ഭാര്യ വീട്ടിലെത്തിയ യുവാവ് ബന്ധുക്കളുടെ മർദ്ദനമേറ്റ് മരിച്ചു എന്നൊരു ആരോപണം വരുന്നു. പെരുമ്പള്ളി സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. ഭാര്യ വീട്ടിലെത്തിയ വിഷ്ണുവിനെ ബന്ധുക്കൾ മർദ്ദിച്ചുവെന്നും തുടർന്ന് കുഴഞ്ഞു വീണു മരിച്ചുവെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. തൃക്കുന്നപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരത് SS ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, ഈ വിഷ്ണുവും ഭാര്യയും തമ്മിൽ പിണക്കത്തിലോ മറ്റോ ആയിരുന്നോ? ഭാര്യ വീട്ടിലെത്തിയപ്പോൾ ശരത്തിനെ മർദ്ദിക്കാൻ എന്താ കാരണം? കുടുംബം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്? ഈ വിഷ്ണു മരിച്ചത് ഭാര്യ വീട്ടിലെത്തിയാണോ, അവിടെ വെച്ചാണോ മരണം സംഭവിക്കുന്നത്? അരുൺകുമാർ, അതായത് വിഷ്ണുവും ഭാര്യ ആതിരയും 1.5 വർഷമായി ഇത്തരത്തിൽ പിണക്കത്തിലാണ്. ഇവർ ഭാര്യ ആതിര അവരുടെ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. ഇരുവർക്കും 4 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്, മകനുണ്ട്. ഈ മകനെ ഇന്നലെ കഴിഞ്ഞ ദിവസം തിരികെ ഏൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു വിഷ്ണു ഭാര്യ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ വെച്ച് സംഭവിച്ചത് ഭാര്യയുമായി ആദ്യം തർക്കമുണ്ടാകുന്നു. പിന്നീട് ബന്ധുക്കൾ ഉൾപ്പെടെ ഇതിൽ ഇടപെട്ട് വിഷ്ണുവിനെ മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ വിഷ്ണുവിന്റെ കുടുംബം ആരോപിക്കുന്നത്. ഈ മർദ്ദനത്തിൽ അവിടെ വെച്ച് തന്നെ വിഷ്ണു കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബോധരഹിതനായാണ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ അവിടെ വെച്ച് മരണം സംഭവിച്ചു എന്നുള്ളതാണ് വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബന്ധുക്കൾ പോലീസിലും പരാതി നൽകിയത്. ബന്ധുക്കൾ പറയുന്നത് ഈ ഭാര്യയുടെ ബന്ധുക്കളുടെ മർദ്ദനമാണ് ഈ മരണത്തിന് കാരണമെന്നുള്ളതാണ്. പക്ഷേ വിഷ്ണു ഹൃദ്രോഗി കൂടിയാണ്. എന്തായാലും ഇതിൽ അന്വേഷണം ഇപ്പോൾ തൃക്കുന്നപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 4 പേരെ ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ഇതില് നമ്മൾ ഈ ഭാര്യ വീട്ടുകാരുടെ എന്തെങ്കിലും പ്രതികരണം കിട്ടിയിട്ടുണ്ടോ ശരത്? നമ്മൾ പ്രതികരണത്തിൽ ശ്രമിക്കുന്നുണ്ട്. നിലവിൽ അവരാരും തയ്യാറായിട്ടില്ല. കാരണം ഈ സംഭവത്തിൽ അവിടെ വെച്ച് തന്നെയാണ് വിഷ്ണു തന്നെയാണ്. ശേഷമാണ് താലൂക്ക് ആശുപത്രിയിലേക്ക്. ഇരുവരുടെയും വീട് ആറാട്ടുപുഴയാണ്. വിഷ്ണുവിന്റെ വീട് ആറാട്ടുപുഴ പെരുമ്പള്ളിയിലാണ്. ഭാര്യ ആതിരയുടെ വീട് ആറാട്ടുപുഴ തന്നെ തറക്കടവിലാണ്. ആ രീതിയിൽ ഒരേ പ്രദേശത്തുള്ള ആളുകളാണ് ഇരുവരും. ശരത്ത്, ഇതില് ഈ യുവാവ് മരിച്ചത് വീട്ടിൽ വെച്ചാണ്. വീട്ടുകാരുടെ സംശയം മാത്രമാണോ? അതിനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? മർദ്ദനത്തിന്റെ പാടുകളോ മറ്റോ? ഇന്നലെ രാത്രിയാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല. ഈ മരണം സംഭവിച്ചത് വിഷ്ണുവിന് ഹൃദ്രോഗമുണ്ട് എന്നുള്ളത് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുഴഞ്ഞു വീണ് മരിച്ചത് ആണ് ഉണ്ടാവുന്നത്. പക്ഷെ ബന്ധുക്കൾ പറയുന്നത് ഈ കുഴഞ്ഞു വീഴാനിടയായ സാഹചര്യം ഈ മർദ്ദനമാണ്. അതുമൂലമാണ് വിഷ്ണു കുഴഞ്ഞു വീഴുന്നതും മരിക്കുന്നതും. ലീഗലി സെപ്പറേറ്റഡ് ആണോ? നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തിയവരാണോ വിഷ്ണുവും ആതിരയും? നിയമപരമായി വേർപെടുത്തിയിട്ടില്ല. ഇരുവരും പിണങ്ങി ഇത്തരത്തിൽ 1.5 വർഷത്തോളമായി മാറിയാണ് താമസിക്കുന്നത്. ഭാര്യ അവരുടെ വീട്ടിലും വിഷ്ണുവിന്റെ വീട്ടിലും ഒരു മകനുമുണ്ട്. ഈ മകനെ ഇവർ ചില ദിവസങ്ങളിൽ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഒപ്പം ആതിരയുടെ വീട്ടിലേക്കും ഏൽപ്പിക്കാറുമുണ്ട്. അങ്ങനെ ഇന്നലെ ഇത്തരത്തിൽ മകനെ തിരികെ ഏൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു വിഷ്ണു ആതിരയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ചാണ് ഈ തർക്കമുണ്ടാവുകയും പിന്നീട് വിഷ്ണുവിന് മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഓക്കെ, താങ്ക് യു ശരത്ത്. വീണ്ടും ഒരു കുടുംബ വഴക്ക് മരണത്തിൽ കലാശിച്ചോ നമുക്കറിയില്ല. അത് വിഷ്ണുവിൻ്റെ വീട്ടുകാരുടെ ആരോപണമാണ്. ഇനി അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഭാര്യ വീട്ടുകാരാണ് അത് പറയേണ്ടത്. അങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്. ഇപ്പോൾ പോലീസിൽ അങ്ങനെ ഒരു കേസ് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആലോചിച്ച് നോക്കൂ, കുടുംബ വഴക്കുകൾ, പരസ്പരം പിരിഞ്ഞു നിൽക്കുന്ന മനുഷ്യർ, അവർക്ക് സമാധാനത്തോടുകൂടി അന്തസ്സോടുകൂടി പരസ്പരം പിരിഞ്ഞു പോകാനുള്ളൊരു കൾച്ചർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു, അല്ലേ? പലപ്പോഴും ഡിവോഴ്സ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അയ്യോ എന്തോ ഒരു അബദ്ധം പറ്റിപ്പോയി എന്നതുപോലെയാണ്. ഒരു സുഹൃത്തുമായിട്ട് നിങ്ങൾക്ക് പിണങ്ങി ആ സുഹൃത്തിനെ ഒരു സ്നേഹപൂർവ്വം ഗുഡ് ബൈ പറഞ്ഞ് പോകുന്നത് പോലെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു കുടുംബ ബന്ധത്തിൽ അങ്ങനെ കഴിയാതെ പോകുന്നത്? അത് ഒരു സാംസ്കാരികമായൊരു വിഷയം കൂടിയാണ് കേട്ടോ. നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. എല്ലാം കുടുംബത്തിൽ അർപ്പിച്ച് ജീവിക്കുന്ന മനുഷ്യർ സ്വന്തമായിട്ടൊരിടവും ബാക്കി വയ്ക്കില്ല. അവർ മറ്റൊരാളിൽ ജീവിക്കാൻ തീരുമാനിക്കുന്നു. അതാണ് ഈ കുടുംബത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അതൊക്കെ ഒരു തിരിച്ചടിയായിട്ട് തീരും. സ്വന്തം കാലിൽ സ്വന്തം ഒരിടം എപ്പോഴും സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ഇങ്ങനെയൊക്കെ പറയാൻ എളുപ്പമാണ്, അനുഭവിക്കുമ്പോഴേ അത് മനസ്സിലാവുമെന്ന് പ്രേക്ഷകർ മനസ്സിൽ കരുതുന്നുണ്ടാവും. എന്തായാലും അടുത്തിടെ ഇത്തരം വാർത്തകൾ പെരുകുന്നത് അത്ര ഗുണകരമല്ല. അപ്പോൾ നമ്മുടെ ഒരു തലമുറ ഒരു ട്രാൻസിഷൻ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് പഴയ തലമുറയുടെ മൂല്യങ്ങളൊന്നും പുതിയ തലമുറയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല. അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയെ നമുക്കുള്ളൂ. നമ്മുടെയോ തലമുറ പോയി.